വളരെ കാര്യമായ എൻ്റെ ഏട്ടത്തിമാരിനെ ഒരുക്കണത് വേറെ ഒന്നിനുമല്ല. നമുക്ക് ഉത്സവത്തിന് പോകാനാട്ടോ. അതെ, നമ്മുടെ പാവംകുളങ്ങര, ഞങ്ങളുടെ സ്വന്തം പാവംകുളങ്ങരയിലെ ഉത്സവമാണ്. എൻ്റെ ചേച്ചിമാരെ കാണിച്ചു തരാട്ടോ. ഇതാണ് സൗമ്യ ചേച്ചി. അടുത്തത് കാണാൻ പോണാണ് അച്ചു ചേച്ചി. അച്ചു ചേച്ചിയുടെ വീട് അശ്വതി എന്നാണ്. ഇതാണ് രമ്യ ചേച്ചി. അത് കഴിഞ്ഞിട്ടുള്ളത് സുമി ചേച്ചി. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സൂര്യ ചേച്ചിയും പാറു ചേച്ചിയും വന്ന് നമ്മുടെ ഫ്രണ്ട്സാണ്. പിന്നെ ദേ ഇപ്പൊ പീസ് ഔട്ട് കാണിക്കണതാണ് എൻ്റെ അച്ഛൻ. അതിൻ്റെ അപ്പുറത്തേക്കാണ് രാജുകുഞ്ഞച്ഛൻ, അച്ഛൻ്റെ അനിയനാണ്. അതിൻ്റെ അപ്പുറത്ത് രോഹൻകുട്ടനുണ്ട്. അങ്ങനെ ഇവരൊക്കെ താലം എടുത്തു. എനിക്ക് താലം എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത്തവണ. അപ്പോഴേക്കും ദേ നമ്മുടെ 2 കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ പയ്യെ അമ്പലത്തിൽ എത്തിയിട്ടോ. താലം എടുത്തോണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപാട് നേരം നിൽക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതെനിക്കിപ്പോൾ പോസിബിൾ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ നേരെ അമ്പലത്തിൽ പോയി താലമൊക്കെ വെച്ച് അവരൊക്കെ താലം വെച്ചു. ഞാൻ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയാൽ അത് മുഖ്യമാണല്ലോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക. ഇത് ചെറിയൊരു അമ്പലം കേട്ടോ, വലിയ ഉത്സവമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കടകളൊന്നുമില്ല. ലിമിറ്റഡ് സ്റ്റോറാണ്. അവിടെ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ